പശ്ചിമേഷ്യയിലെ സംഘർഷവും ഗതാഗത തടസ്സങ്ങളും ഇന്ത്യയിലെ മുട്ട വ്യവസായ കനത്ത പ്രതിസന്ധിയിലേക്ക്. കയറ്റുമതി നിലച്ചതോടെ മുട്ടവില ഇടിഞ്ഞ് കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയെ തുടർന്ന് കയറ്റുമതി പൂർണ്ണമായും നിലച്ചതോടെ വിപണിയിൽ വൻതോതിൽ മുട്ട കെട്ടിക്കിടക്കുകയാണ്. രാജ്യത്തെ പ്രധാന കോഴി വളർത്തൽ കേന്ദ്രമായ നാമക്കലിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഒരു മുട്ടയ്ക്ക് ഏകദേശം 40 പൈസയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വില തുടർച്ചയായി താഴ്ന്നുകൊണ്ടിരിക്കെ ദിവസേന 7 കോടി രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തുറമുഖങ്ങൾ അടച്ചതും വ്യോമഗതാഗത നിയന്ത്രണങ്ങളും കയറ്റുമതി തകരാൻ കാരണമായി. ഇതോടെ വിപണിയിൽ ആവശ്യക്കാർ കുറയുകയും സ്റ്റോക്ക് കൂടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ സംഭരണ വില കുറയ്ക്കാൻ തീരുമാനിച്ചു. നിലവിൽ ഒരു മുട്ടയ്ക്ക് ശരാശരി 1 രൂപയുടെ നഷ്ടം കർഷകർക്ക് സംഭവിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. പ്രതിദിനം 7 കോടിയിലധികം മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന നാമക്കലിൽ നഷ്ടത്തിന്റെ തോത് അതീവ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കർഷകരും കടുത്ത പ്രതിസന്ധിയിലായി. ഇതിനിടെ ചില്ലറ വിപണിയിൽ വലിയ മാറ്റമില്ല. മുട്ട ട്രേയ്ക്ക് ഏകദേശം 85 രൂപ നിരക്ക് തുടരുന്നതിനാൽ ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള വില വ്യത്യാസം ഉയരുകയാണ്. സ്ഥിതി ഗുരുതരമാകുന്നതിനാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. കയറ്റുമതി പുനരാരംഭിക്കൽ, സംഭരണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, സബ്സിഡി എന്നിവ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് ആവശ്യം. സംഘർഷം തുടരുകയാണെങ്കിൽ മുട്ടവിലയിൽ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകാനിടയുണ്ടെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.